കുടുംബജീവിതത്തെ പറ്റി ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം, എല്ലാവരും കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടിട്ട് ടീച്ചർ പറയേണ്ട ആവശ്യമില്ല കുടുംബം എന്നാൽ എന്ത്, എങ്ങനെ, ഏതെന്ന്. എന്നാലും ഇവിടെ നമ്മളുടെ KP കേശവമേനോൻ എഴുതിയ ആ കുടുംബജീവിതം എന്ത്, അതിലെങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ഒത്തൊരുമയോടുകൂടി സഹവർത്തിത്വത്തോടു കൂടി അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടിയൊക്കെ പോകണം എന്നുള്ളത് കവി ലേഖ ഇവിടെ പറയുന്നതേ ഉള്ളൂ. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പണ്ട് പഠിച്ചൊരു ആപ്തവാക്യം എനിക്ക് ഓർമ്മ വരികയാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. എന്നാൽ ഇന്നിപ്പോൾ കുടുംബം എന്ന് പറയാനില്ല, അച്ഛനും അമ്മയും മക്കളും മാത്രമാണ്. അവിടെ അടിപിടി നടക്കുന്ന കാലമാണിന്ന്. അപ്പോൾ അവിടെ കൂടുമ്പോൾ എത്രമാത്രം ഇമ്പം ഉണ്ടാവണം, ഉണ്ടാക്കണം എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ കുടുംബത്തിൽ ജീവിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലേഖ ഇതിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ കുടുംബം, നമ്മളെല്ലാം ഓരോ കുടുംബത്തിലെ അംഗങ്ങളാണ്. മാതാപിതാക്കളും മക്കളും മക്കളെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്, ചേർന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ ഒരേ കുടുംബത്തിലെ തന്നെ അംഗങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളും നമ്മൾ പറയില്ലേ, ഒരമ്മേൻ്റെയും അച്ഛൻ്റെയും മക്കളാണെങ്കിൽ 4 ആളാണെങ്കിൽ 8 സ്വഭാവം എന്ന് പറയും. ശരിയാണ്. ഒരേ അച്ഛൻ്റെയും അമ്മേൻ്റെയും മക്കളാണെങ്കിലും 4 കുട്ടികളാണ് 3 കുട്ടികളാണ് അവരുടെ ഒക്കെ സ്വഭാവം ഒരുപോലെ ആയിരിക്കുമല്ലോ? ഒരിക്കലും ആവില്ല. അത് അവിടെയും വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ പറയണ്ട ഏട്ടനുജന്മാരുടെ ഒക്കെ കഥ ഇല്ല. അപ്പോൾ അതിലേക്ക് ആ കൂട്ടുകുടുംബത്തിലേക്ക് പോകാൻ തന്നെ നമ്മളുടെ അച്ഛനും അമ്മയും മക്കളും തന്നെ ഉള്ള ഒരു കുടുംബത്തിലെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. വ്യത്യസ്തമായിരിക്കുക. അത്തരം വ്യത്യസ്ത സ്വഭാവക്കാർ ഒന്നിച്ചു താമസിക്കുന്ന കുടുംബത്തിൽ സന്തുഷ്ടമായ ജീവിതം കെട്ടിപ്പടുക്കുന്നത് എങ്ങനെ എന്ന് വിവരിക്കുകയാണ് പ്രസിദ്ധ ചിന്തകനായ KP കേശവമേനോൻ. അപ്പം നമുക്കറിയാം, എന്തായാലും കുടുംബത്തിൽ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പ്രത്യേകം പണ്ടത്തെ കൂട്ടുകുടുംബമൊക്കെയാണ് പറയും വേണ്ട. അച്ഛനും അമ്മയും മക്കളും മക്കളെ മക്കളും മക്കളെ ഭാര്യമാരും കൊണ്ടുവന്ന പെൺമക്കളുടെ ഭർത്താക്കന്മാരും ഭാര്യേൻ്റെ ആങ്ങളമാരും മക്കളും ഭാര്യമാരും ഒക്കെ കൂടിയിട്ട് വലിയൊരു കുടുംബമായിരിക്കുക. അതൊന്നും ഇപ്പോൾ പറയില്ല. 4 ആളാണെങ്കിലും ഒരു കുടുംബത്തിൽ എങ്ങനെ സ്വരച്ചേർച്ചയോട് കൂടി പോകണം എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ കേശവമേനോൻ ഇതിലെ ഉപന്യാസത്തിൽ പറയുന്നത്. ഇമ്പമുള്ളത് കുടുംബം എന്നാണ് ചൊല്ല്. ഈ ഉപന്യാസം ചിന്തകൻ, പണ്ഡിതൻ, രാജതന്ത്രജ്ഞൻ, സാഹിത്യകാര എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായ ഒരു വ്യക്തി എഴുതിയതാണ് ഈ ലേഖനം. അപ്പം അതുകൊണ്ട് ഒരിക്കലും അതൊരു മോശമാണെന്ന് നമുക്ക് പറയാനില്ല. അങ്ങേയറ്റം ഉത്തമമായിട്ടുള്ളൊരു ഉപന്യാസം തന്നെയാണിത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ നിസ്സാരമല്ല. സാധാരണക്കാരനായ ഒരു എഴുത്തുകാരനല്ല KP കേശവമേനോൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. തത്വജ്ഞാനം, ജീവചരിത്രം എന്നീ മേഖലകളിലാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ നിങ്ങളൊക്കെ കാണാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഉണ്ടോ ഇല്ലേ ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇവിടെ കുടുംബം എന്താണ്, കുടുംബത്തിൽ എങ്ങനെ സ്വസ്ഥത വേണം എന്നൊക്കെയുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. കുടുംബം നമുക്ക് സുഖവും അഭയവും നൽകുന്നു. പരമാർത്ഥമായ ജീവിത സുഖം അവിടെ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. കുടുംബാംഗങ്ങൾ ഭിന്ന രുചിക്കാരായിരിക്കും, എങ്കിലും സ്നേഹം സഹിഷ്ണുതയും കൊണ്ട് ഇണങ്ങിക്കഴിയാം. അമ്മയാണ് ഏറ്റവും വലിയ ത്യാഗിനി. കുടുംബം എന്ന് പറഞ്ഞാൽ അറിയാം, അവിടെ എന്തൊക്കെ വേണം? ത്യാഗം വേണം, സഹിഷ്ണുത വേണം, പിന്നെ സഹാനുഭൂതി വേണം. ഭിന്ന രുചി ഉള്ള ആളുകളുടെ ഇടയിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഭിന്ന രുചിക്കാരുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മളും അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ കുടുംബജീവിതം താളപ്പിഴയാവും. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ എല്ലാവരും കുടുംബത്തിലുള്ളവരാണ്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്. അപ്പോൾ ഒക്കെ ഇതിൽ പറയുന്നുണ്ട്, ടീച്ചർ അത് വായിക്കുമ്പം പറഞ്ഞുതരാം. അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബം മാത്രമേ കുടുംബം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെ ഇതിൽ ലാസ്റ്റിലൊരു തത്വചിന്ത പറയുന്നുണ്ട്, വീടും കുടുംബവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. അതുപോലെ ആയിപ്പോകുന്ന അർത്ഥം. അപ്പോൾ നോക്കൂ, ഉള്ളൊഴിഞ്ഞ് സ്നേഹിക്കുകയും വേണം. മക്കളെ സ്നേഹിച്ച് വളർത്തണം. കുഞ്ഞുനാളിലെ അവർ നല്ല ശീലത്തിൻ്റെ വിത്ത് പാകണം. കുടുംബ ബന്ധം വിജയിപ്പിക്കാനൊത്ത ഒരുത്തന് ജീവിതത്തിൻ്റെ ഒരു രംഗത്തും വിജയം നേടാനാവില്ല. കുടുംബ ബന്ധം വിജയിപ്പിക്കാനാവാത്ത എന്നാണ് കേട്ടോ. അതായത് ഇങ്ങനെയുള്ള അച്ഛനും അമ്മയും ഏട്ടന്മാരും ഒക്കെ ഉണ്ടായിരിക്കും. അതിൽ ആ കുടുംബത്തിൽ നിന്ന് ആ കുടുംബത്തെ വിജയപ്രദമായി കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക്
ജീവിതത്തിൽ ഒരു ഫീൽഡിലും വിജയിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതാണ് ആദ്യ പാഠം നമ്മൾ കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്, ഇല്ല? അമ്മിഞ്ഞപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ആദ്യമായിട്ട് ആരുടെ മുഖത്തൊക്കെയാണ് ആ എന്നോ മാ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ ഉടനെ അമ്മ ഒരു അമ്മ എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് കേട്ട് കേട്ട് കുട്ടി അമ്മ എന്ന് പഠിക്കണം. ആദ്യ പാഠം അമ്മയുടെ നാവിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ വിദ്യാലയവും അവിടെ തന്നെയാണ് തുടങ്ങുന്നത്, മനസ്സിലായില്ലേ? സമൂഹവും അവിടെ തന്നെയാണ് തുടങ്ങുന്നത്. കുട്ടി കുറേ ആൾക്കാരുടെ ഇടയിലല്ലേ ജീവിച്ചു വരുന്നത്. അപ്പോൾ ആ ആൾക്കാരുടെയൊക്കെ സ്വഭാവവും രീതിയൊക്കെ ആ കുട്ടിക്ക് അറിയാം. അപ്പോൾ ആ സ്വഭാവത്തിൻ്റെ അടിത്തറ പാകുന്നത് നമ്മളുടെ കുടുംബത്തിൽ വെച്ചാണെന്നാണ് ലേഖകൻ പറയുന്നത്. ഇനി മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും സ്വാഭാവികവും പ്രകൃതിക്കനുസരിച്ചതുമായ ഉള്ളവർ തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം വിജയമാക്കി തീർക്കുവാൻ സാധിക്കാത്ത ഒരാൾക്ക് ജീവിതത്തിലെ മറ്റു രംഗങ്ങളിൽ വിജയം നേടാൻ പ്രയാസമായിരിക്കും. നേരത്തെ പറഞ്ഞു, അതായത് ഇങ്ങനെയുള്ള അച്ഛനും അമ്മയും മക്കളും അല്ലെ ഏട്ടന്മാരും അനിയത്തികളും പെങ്ങന്മാരും ഒക്കെ ഉള്ള കുടുംബത്തിൽ അവരോടൊത്ത് സഹിഷ്ണുതയോടെ സഹാനുഭൂതിയോടെ ഒത്തൊരുമയോടെ ജീവിച്ച ആ കുടുംബം നല്ല നിലയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാൾക്ക് പുറമേ ഏത് ഫീൽഡിൽ പോയാലും വിജയം നേടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി കുടുംബത്തിൽ ഏറ്റവും അധികം ത്യാഗം ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണുള്ളത് അമ്മയാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും എന്തുള്ളത്, എന്താ പറയുക, കുടുംബനാഥൻ അച്ഛനാണ്. പണ്ടുള്ളവർ പറയില്ല അടുക്കളത്തൂണും ഉമ്മർത്തത്തൂണും എന്ന് പറയും. അടുക്കളത്തൂണ് പറയുന്ന അമ്മയും ഉമ്മർത്തത്തൂണ് പറയുന്ന അച്ഛനും ആയിരിക്കും. അപ്പോൾ ആ രണ്ട് തൂണുകളാണ്, ആ വീടിന് ബലം നൽകുന്ന രണ്ട് തൂണുകളാണ് അച്ഛനും അമ്മയും. അച്ഛന് ശരിയാണ് ഏതൊക്കെ കൊണ്ടുവരണം എടുക്കണം, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിച്ചെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കുന്ന. അമ്മയാണ് അത് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന വ്യക്തി. അപ്പോൾ കൂടുതൽ പ്രാധാന്യം അമ്മയ്ക്കാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അമ്മയാണ് താനും ത്യാഗം സഹിക്കുന്ന വ്യക്തി. ചിലപ്പോൾ പല കാര്യങ്ങളിലും അമ്മ പല വിട്ടുവീഴ്ചകളും പല ത്യാഗങ്ങളും കുടുംബത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബ കഥയല്ല, കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് പറയുന്നത്. ഈ കുടുംബം എന്നാൽ എന്ത്, അതായത് വീട് എന്നാൽ എന്ത് എന്നുള്ളതിന് ഒരു തത്വചിന്തകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട് എന്ന് പറയുന്നത് നമുക്ക് താമസിക്കാൻ വേണ്ടി കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന ഒരു കെട്ടിടം മാത്രം. ഞാൻ എൻ്റെ വീട്ടിൽ പോട്ടെ, ശരിയാണ് വീട്. പക്ഷെ കുടുംബം എന്ന് പറഞ്ഞാൽ വേറെയാണെന്ന് പറയുന്നത്. അതായത് ഇവരെല്ലാവരും കൂടെ കൂടുമ്പോൾ ടീച്ചർ പറഞ്ഞാൽ ഈ ഇമ്പമുള്ളതാണ് കുടുംബം. നല്ല കുടുംബം ആവണമെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ എന്ത് വേണം, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എന്താ ചെയ്യണം, ഒത്തൊരുമയോട് പോകാനുള്ള മനോഭാവം. മറ്റുള്ള ഇപ്പം ഭാര്യ പറയുന്നത് ഭർത്താവ് പറയണം ഭാര്യയ്ക്കും ചിലപ്പോൾ ഒന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പം എന്ത് ചെയ്യണം, ഭർത്താവിനോട് ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ആ ഭർത്താവ് ഒന്ന് കണ്ണ് ചെമ്മണം, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അവളെന്തോ ദേഷ്യത്തിന് പറഞ്ഞായിരിക്കുന്നു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് തന്നെയാണ് ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന അനുഭവം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യവും കോപമൊക്കെ ആണുങ്ങളാണ് കാണിച്ചെന്ന് അത് വിചാരിച്ച് ദേഷ്യവും കോപം കാണിക്കണം നല്ലട്ട പറയണേ. അഥവാ എന്തെങ്കിലും കാര്യം അത് പെണ്ണുങ്ങളായ നമുക്ക് വരുന്നില്ല ഉണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം, അത് സഹിച്ച് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകണം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. തല്ലും പിടിച്ച ടീച്ചറിൻ്റെ ഭാഷയിൽ അതല്ല, അടിപിടിയല്ല, വാക്കാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അയാളൊക്കെ കൂടും, സാരല്ല, ഒരു ഇത്തിരി നേരമൊക്കെ അത് കഴിഞ്ഞ് രണ്ട് കൂട്ടരുടെയും ദേഷ്യം മാറിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്താളണം. ആ പിണക്കം വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാറില്ല. മക്കളായാലും അങ്ങനെ തന്നെ. നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് അമ്മമാർക്ക് ഇഷ്ടമായില്ല, ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ശാസിക്കുക. ആ ശാസിച്ച് കഴിഞ്ഞാൽ ആ അമ്മയോട് കാലാകാലം മിണ്ടാതിരിക്കില്ല ചെയ്യുക, അല്ല. അത് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ അമ്മയെന്ന് വിളിക്കുക, അല്ലെ മോളെന്ന് വിളിക്കുക, അല്ലെ മോനെന്ന് വിളിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ആ പിണക്കം നിങ്ങൾ മാറ്റണം. അത് തന്നെ അമ്മയും ചെയ്യണ്ട. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റോട് പോകുന്ന ഒരു കുടുംബം മാത്രമായിരിക്കും എന്തായിത്തീരുക, നല്ല കുടുംബം എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ ആ അധ്യായം 8ാമത്തെ അധ്യായമാണ് കുടുംബജീവിതം എന്നുള്ളത്. അത് ഇത്രയുമാണ്, അതിൻ്റെ വിപുലീകരണമാണ് ആ പാഠത്തിൽ പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, അതിൽ 1-2 ചോദ്യങ്ങളുണ്ട് കേട്ടോ. കുടുംബത്തിൽ ഏറ്റവും അധികം ത്യാഗം അനുഭവിക്കുന്ന ആര്? ടീച്ചർ പറഞ്ഞു, ആരാണ്? അമ്മ. കുടുംബജീവിതം ദുസ്സഹമാകുന്നത് എപ്പോൾ? കുടുംബത്തിലെ കലഹവും മറിച്ചൊക്കെ ഉണ്ടായിട്ട് വല്ലാത്ത സ്വൈരക്കടയിൽ പോയി എന്നൊക്കെ നമ്മൾ പറയില്ല, അതെപ്പോഴാണ്? ഭാര്യ ഭർത്താക്കന്മാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നാൽ കുടുംബജീവിതം ദുസ്സഹമായി തീരും.
മെയിനായിട്ടുള്ള ഒരു അമ്മയും അച്ഛനാണല്ലോ, ഭാര്യയും ഭർത്താവും ഇരിക്കല്ലോ. അപ്പോൾ അവർ തമ്മിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. ഞാൻ പിടിച്ച മയിലിന് 4 ചെവി എന്ന് വിചാരിച്ച് ഭാര്യ ഇരിക്കരുത്. ഭർത്താവും പറയും ഞാൻ പിടിച്ചതിന് 8 ചെവിയാണ് മുയലിനുള്ളതെന്ന് പറഞ്ഞ് ഭർത്താവും ഇരിക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു വരാം, അതോടനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. കുടുംബ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന ആദ്യ പാഠം ഏതാണ്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ആനന്ദമാണ് നാം കുടുംബ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന ആദ്യ പാഠം. അതാരിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അച്ഛനമ്മമാരിൽ നിന്നല്ലേ. അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നല്ല മക്കളാണെങ്കിൽ ആ കുട്ടിക്കാലത്ത് തന്നെ ആ കുട്ടികൾ അത് മനസ്സിലാക്കും. പക്ഷെ ഇന്നത്തെ യുവതലമുറകൾ എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കുക. അത് ടീച്ചർ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ലേഖകൻ പറഞ്ഞത് ശരിയാണ്. ഏറ്റവും ആദ്യം ആ ത്യാഗ മനോഭാവം ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നത് അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ആരിൽ നിന്നാണ് ഉണ്ടാവുന്ന? അച്ഛനും അമ്മയിൽ നിന്നും. സ്വാർത്ഥികളായ ഭർത്താക്കന്മാരിൽ കുടുംബ ബന്ധത്തെ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സഹിഷ്ണുത, ഉള്ളഴിഞ്ഞ സ്നേഹം, കളങ്കമില്ലാത്ത വാത്സല്യ, സന്തോഷം ഇതൊക്കെയാണ് ഒരു കുടുംബത്തിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന എന്താ പറയുക ചരട് എന്ന് പറയാം, കണ്ണികൾ എന്നൊക്കെ പറയാം. സ്വാർത്ഥികളായ ഭർത്താക്കന്മാർ കണ്ടുവരുന്ന ദുശ്ശീലങ്ങളേവ. ചില ഭർത്താക്കന്മാരില്ലേ ഭയങ്കരമാരായിരിക്കും. സ്വാർത്ഥത, എൻ്റെ സുഖം മാത്രം അല്ലേ. ഞാൻ പണിയെടുക്കും, ഞാൻ രാത്രി വരുമ്പോൾ ഞാൻ കുടിക്കും, അതെൻ്റെ സുഖമല്ലേ, ഞാൻ പകൽ മുഴുവൻ അധ്വാനിച്ചതല്ലേ, അപ്പോൾ എനിക്കൊരു സുഖം വേണ്ടേ എന്നൊക്കെ ആയിരിക്കും അവരുടെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പം ഞാൻ ചോദിക്കട്ടെ, പകൽ മുഴുവൻ ജോലി ചെയ്ത് സ്ത്രീകൾ വരുന്നില്ല വീട്ടിൽ, അവരവരുടെ സുഖം നോക്കി പോകുന്നുണ്ടോ? അതാണ് സ്വാർത്ഥികളായ ഭർത്താക്കന്മാരെന്ന് പറയാൻ കാരണം കേട്ടോ. സ്വാർത്ഥികളായ ഭർത്താക്കന്മാർ കിട്ടുന്ന പണത്തിൽ നിന്ന് കഷ്ടിച്ച് ഭാര്യയുടെ, അതായത് കുടുംബത്തിൻ്റെ ചെലവിന് മാത്രം കൊടുത്തിട്ട് മറ്റതൊക്കെ എന്ത് ചെയ്യുന്നു? ഷീട്ട് കളിക്ക്, മദ്യപാനം, സിനിമ, ടൂറുകൾ തുടങ്ങിയതിന് വേണ്ടിയിട്ട് ദൂർത്തടിക്കുന്നു. അങ്ങനെയുള്ളവരാണ് സ്വാർത്ഥികളായ, സ്വയം സന്തോഷം എന്താ പറയുക സുഖം നോക്കുന്ന വ്യക്തികളാണ് ചില ഭർത്താക്കന്മാർ. അങ്ങനത്തെ ഭർത്താക്കന്മാർ ഒരിക്കലും വീടിന് ഗുണം ചെയ്യുന്നവരായിരിക്കില്ല. അതിഥികളോട് പെരുമാറേണ്ടത് എങ്ങനെ? ഭാരതീയരുടെ അതിഥികളോടുള്ള മനോഭാവം പണ്ട് കാലമൊക്കെ പറയാം, അതിഥി ദേവോ ഭവ എന്നാണ് പറയുന്നത്. അതിഥിമാരെ ദേവന്മാർക്ക് തുല്യമാണെന്ന് പറയുന്നത്. ആ തിഥി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ആന്ന് പറഞ്ഞാൽ ഇല്ലാത്ത, തിഥി എന്ന് പറഞ്ഞാൽ ഡേറ്റ്, തീയതി. അപ്പോൾ ഞാൻ വിരുന്നുകാരെന്ന് പറഞ്ഞാൽ അതിഥി നോക്കാതെ, അതിഥി ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും കയറി വരുന്ന ആൾക്കാരെയാണ് ആ തിഥി എന്ന് പറയുന്നത്. ഇപ്പോൾ പറയുകയാണ് ഞാനും എൻ്റെ മകനും ഭാര്യയും മക്കളൊക്കെ കൂടെ ഇന്ന ദിവസം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അറിയിച്ച് വരുന്നവർ അതിഥികളല്ല. പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് കയറി വരുന്ന വ്യക്തികളാണ് അതിഥി. അതുകൊണ്ടാണ് ആ തിഥി എന്ന് പറയാൻ കാരണം. മുൻകൂട്ടിയെ തീയതികളൊന്നും തീരുമാനിക്കാതെ വരുന്നവർ, അങ്ങനത്തെവരെ നമ്മൾ ദേവോഭവ, ദേവന്മാരെ പോലെ കാണണമെന്നാണ് നമ്മളുടെ ഭാരതീയ ആദർശമുള്ളത്. അപ്പോൾ അതെങ്ങനെ കാണണം എന്നാണ് ഇവിടെ ചോദിച്ചത്. അതിഥികളോട് ആദരവോടെ പെരുമാറണം. അപ്പം ഞാൻ ടീച്ചർ പറഞ്ഞു തന്നെ. സ്വഭാവ രൂപീകരണത്തിന് അസ്ഥിവാരമിടുന്നത് എപ്പോൾ? അത് ആദ്യ പാഠത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ സൽസ്വഭാവ രൂപീകരണത്തിനുള്ള അടിത്തറ നമ്മൾ ഇട്ടുകൊടുക്കണം. അച്ഛനമ്മമാർക്കാണ് അതിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. മനുഷ്യൻ്റെ പ്രാഥമിക ബന്ധങ്ങൾ എവിടെ തുടങ്ങുന്നു? മനുഷ്യരുടെ ഏറ്റവും ആദ്യത്തെ ബന്ധം തുടക്കം ഇവിടെ നിന്നാണെന്ന്. മനുഷ്യൻ്റെ പ്രാഥമിക ബന്ധങ്ങൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നു. കുടുംബത്തിൽ താളപ്പിഴകൾ ഉണ്ടാകുന്നത് എപ്പോൾ? തമ്മിൽ താളപ്പിഴകൾ, അച്ഛനും അമ്മയായിട്ട് തല്ലുകൂടണ തന്നെ പിന്നെ മക്കളുടെ കാര്യം പറയാണ്ടല്ല. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അറിഞ്ഞു പെരുമാറാതെ വരുമ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വരുമ്പോഴുമാണ് കുടുംബജീവിതത്തിൽ താളപ്പിഴ ഉണ്ടാവുന്നത്. ഇതൊക്കെ പറഞ്ഞത് തന്നെ അച്ഛനും അമ്മയും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പം അച്ഛൻ പറയണ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അമ്മ കുറച്ചൊക്കെ ക്ഷമിക്കണം. കാരണം മക്കളുടെ മുന്നിൽ വെച്ച് ഭർത്താക്കന്മാരുമായിട്ട് അടികൂടാൻ പോവരുത്. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എങ്ങനെ? കുഞ്ഞുങ്ങളെ വാത്സല്യപൂർവ്വം വളർത്തണം. അവരുടെ നടപ്പ് നല്ല പെരുമാറ്റവും ശ്രദ്ധിക്കണം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം, എന്നിട്ട് അത് തിരുത്തി കൊടുക്കണം. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്വഭാവ രൂപീകരണത്തിന് അസ്ഥിവാരമിടണം. അസ്ഥിവാരം എന്ന് പറഞ്ഞാൽ അടിത്തറയിടണം. പിന്നെ മാതാപിതാക്കളുടെ സ്വരച്ചേർച്ച ഇല്ലാமல் ഒരിക്കലും കുഞ്ഞുങ്ങളെ അറിയിക്കരുത്. അതൊരു പ്രധാന ഘടകം കേട്ടോ. നമ്മൾ അച്ഛനമ്മമാരിൽ പല സ്വരച്ചേർച്ചകളും ഇണക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും.
പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യരുത്, കുട്ടികൾ അറിയരുത്. ഇപ്പൊക്കെ എന്നെപ്പോലുള്ളവർക്കൊക്കെ അടികൂടും കേട്ടോ. എന്താ മക്കളൊക്കെ ആയി കഴിഞ്ഞത്. അപ്പോൾ പിന്നെ കൂടണം നല്ല ടീച്ചർ പറയുന്നത്, ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ കുറച്ച് പ്രായമായവരൊക്കെ ചിലപ്പോൾ ഒന്ന് കശാവിശാന്നൊക്കെ വരും. അതൊക്കെ ചിലപ്പോൾ നിങ്ങളെ മുന്നിൽ വെച്ചിട്ടായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. എന്നാൽ നിങ്ങൾ കുട്ടികൾ അങ്ങനെയല്ല, ചെറുപ്പക്കാരല്ല, നിങ്ങൾ കുറേ കാലം ഇനി ജീവിക്കാനുള്ളതല്ല. അപ്പം നിങ്ങൾ നല്ല എന്താ പറയുക, നല്ല 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 നിയന്ത്രണത്തിൽ നിങ്ങളുടെ സ്വഭാവത്തെ പാകപ്പെടുത്തി കൊണ്ടുപോകണം. എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, ചിലപ്പോൾ ഭാര്യ പറയണ ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല അറിയോ, ഭർത്താവ് പറയണ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടെ എന്ന് പറയട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ നമ്മൾ തള്ളിക്കളയണം രണ്ടു കൂട്ടരും. എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ വീട് നല്ല നിലയിൽ പോകുള്ളൂ. ഇനി അടുത്തത് കുടുംബജീവിതത്തെ പറ്റി ലീൻ യുഡാങ്ങിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. വീട് എന്നത് താമസിക്കാൻ വേണ്ടി കെട്ടിപ്പടുത്തുണ്ടാക്കിയതാണ്. എന്നാൽ ഗൃഹാംഗങ്ങൾ സഹവർത്തിത്വത്തോടെ അതിൽ കഴിയുമ്പോഴേ അതൊരു കുടുംബമായി തീരുന്നുള്ളൂ. വീടൊക്കെ ഉണ്ടാക്കി നമുക്ക് മഴയും കാറ്റും ഒന്നും വെയിലൊന്നും കൊള്ളാത്ത വിധത്തിൽ നമുക്ക് റൂമുകളിലൊക്കെ അടച്ചു കിടക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ അതിൽ താമസിക്കുന്നവർ സഹവർത്തിത്വത്തോടു കൂടി പെരുമാറിയെങ്കിൽ മാത്രമേ ആ വീടൊരു കുടുംബമായി തീരുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരാ പറഞ്ഞത്? ലീൻ യുഡാങ് എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ. ഇനി അടുത്തത് കത്തുകളും അപേക്ഷകളുമാണ്. കത്തുകളൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ 8ലൊക്കെ പഠിച്ചിട്ടുണ്ട്, കത്തെഴുതാനൊക്കെ അല്ലേ. പിന്നെ നിങ്ങളും പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങളും സ്വയം പല കത്തുകളും എഴുതി കാണും. അപ്പോൾ ഇവിടെയും അതുപോലുള്ള 1-2 കത്തുകളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് ഔപചാരികമായ കത്ത്, മറ്റൊന്ന് അനൗപചാരികമായ കത്ത്. ഇത് ഇത്രയുള്ളൂ. ഔപചാരികമായ കത്ത് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ലെറ്റേഴ്സ്, ഒഫീഷ്യലായിട്ട്, അതായത് ഓഫീസ് കാര്യങ്ങൾക്ക് അപേക്ഷകളൊക്കെ അയക്കാൻ വേണ്ടി എഴുതുന്ന കത്തുകൾക്കാണ് ഔപചാരിക കത്തെന്ന് പറയുന്നത്, ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയും. ഇനി അനൗപചാരിക ലെറ്റർ എന്ന് പറയും, അൺഒഫീഷ്യൽ ലെറ്റേഴ്സ്. അങ്ങനെ 2 വിധത്തിലുള്ള കത്തുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ ആ അനൗപചാരിക ലെറ്ററും ഔപചാരിക ലെറ്ററുമാണ് നമ്മൾ പറയുന്നത്. അതിൽ അനൗപചാരിക ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, അതായത് ആരൊക്കെ ആയിരിക്കും? സ്വന്തങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ സന്ദേശങ്ങൾ കൈമാറുന്നതിനാണ് അനൗപചാരിക ലെറ്റർ എന്ന് പറയുന്നത്. അതായത് അച്ഛൻ മക്കൾ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ സഹോദരിമാർക്കോ മാമന്മാർക്കോ അമ്മാവിമാർക്കോ ഒക്കെ എഴുതുന്നത്, തമ്മിൽ ഫ്രണ്ട്സുകൾ തമ്മിൽ എഴുതുന്നതൊക്കെയാണ് അനൗപചാരിക ലെറ്റർ എന്ന്. എന്നാൽ ഔപചാരികമായിട്ട് വരുന്നതോ വല്ല ഓഫീസുകളിലേക്ക് എഴുതുന്ന, വല്ല ബാങ്കുകളിലേക്ക് എഴുതുന്നത്, അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കത്ത്. പിന്നെ എന്താണ് ഔപചാരിക ലെറ്റർ എന്ന് പറഞ്ഞാൽ ഓഫീസ് മുഖേന. പിന്നെ അപേക്ഷകൾ അയക്കുന്നതിന് എന്തെങ്കിലും ഓഫീസുകളിലേക്ക് നമ്മൾ വല്ല അപേക്ഷകളൊക്കെ കൊടുക്കില്ലേ, അങ്ങനെയുള്ളതൊക്കെയാണ് ഔപചാരിക ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. നമ്മളുടെ മനസ്സിലെ വിചാരങ്ങളെ വിനിമയം ചെയ്യുന്നതിനുള്ള ശക്തമായ ഒരു മാധ്യമമാണ് കത്തുകളുടെ രൂപത്തിൽ എഴുതപ്പെടുന്ന ചെറുകഥകളും ഉപന്യാസങ്ങളുമുണ്ട്. അതായത് കത്തുകൾ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലുള്ള ആശയങ്ങളെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അത് കത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കത്തുകളിലൂടെയുള്ള കത്തെന്ന് പറയുന്നത് ഒരു തരം സാഹിത്യ വിഭാഗമാണ്. അതിലൂടെ എഴുതിയിട്ടുള്ളതായിട്ടുള്ള ചെറുകഥകളും ചെറുകഥകളും ഉപന്യാസങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കത്തിൻ്റെ രൂപത്തിൽ എഴുതിയിട്ടുള്ള ചെറുകഥകളും ഉപന്യാസങ്ങളും നമുക്ക് ഇഷ്ടം പോലെ മലയാളത്തിലുണ്ട്. സ്വന്തം സുഹൃത്തുക്കൾക്ക് കത്തെഴുതുന്നതെങ്കിൽ പ്രിയ സുഹൃത്തെ എന്ന് സംബോധനയാട്ടോ. ഇനി കത്തെഴുതുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കത്തെഴുതാൻ, നിങ്ങൾ 8ലോ 9ലോ 10ലൊക്കെ പഠിച്ചിട്ടുണ്ട് കത്തെഴുതുന്നതല്ലേ. ഔപചാരികം, അതായത് സാധാരണ നമ്മൾ തമ്മിൽ എഴുതുന്ന കത്തുകളുടെ സംബോധനയാണ് കേട്ടോ ടീച്ചർ പറയുന്നത്. അതെങ്ങനെയായിരിക്കണം എന്നാണ് നമുക്കറിയേണ്ടത്. അതിന് പലതരത്തിലുള്ള സംബോധനകൾ ഉണ്ടായിരിക്കും. അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ആണെങ്കിൽ പ്രിയപ്പെട്ട അച്ഛനെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് എന്നറിയോ. മക്കൾക്ക് ആണെങ്കിൽ വാത്സല്യം നിറഞ്ഞ മക്കളെന്നോ മോളേന്നോ മോനേന്നൊക്കെ വെക്കും. പിന്നെ കൂട്ടുകാർക്കാണെങ്കിൽ എന്താ വെക്കുക? ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു കത്ത് എഴുതണമെങ്കിൽ എന്ത് വെക്കും? സ്നേഹം നിറഞ്ഞ കൂട്ടുകാരന്, മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ എഴുതില്ല, അതുപോലുള്ള സംബോധനകളാണ് വേണ്ടത്. പിന്നെ ഔപചാരികത തീരെ വേണ്ടാത്ത കത്തുകളാണ് അനൗപചാരിക കത്തുകൾ. നമ്മളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ അടുത്ത പരിചയക്കാർക്കോ ആണ് ഇത്തരം കത്തിലുള്ള
ഇത്തരത്തിലുള്ള കത്തുകൾ എഴുതുന്നു. എന്തെങ്കിലും പറയുന്നതിന് അനുമതി നേടുകയോ പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി തുടങ്ങിയവ ഔപചാരികതയുടെ ആവശ്യമില്ല. ഇത്തരം കത്ത് വ്യക്തിപരമായ കത്തുകൾ എന്നും പറയാറുണ്ട്. അതായത് സംബോധനയ്ക്ക് പ്രിയപ്പെട്ടെന്ന, വാത്സല്യം നിറഞ്ഞാന്ന, സ്നേഹം നിറഞ്ഞാന്നൊക്കെ ഉപയോഗിക്കാം. പിന്നെയാണ് അത് കത്തെഴുതുമ്പോൾ ഞങ്ങൾ കത്തെഴുതട്ടെ അല്ലെങ്കിൽ ചോദിക്കട്ടെ പറയട്ടെ എന്നുള്ള അനുവാദം മേടിക്കണ്ട. എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞതിന് നന്ദിന്നോ കേട്ടതിന് നന്ദിന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഏതിനാണ്? ഔപചാരിക അല്ല അനൗപചാരികമായിട്ടുള്ള കത്തുകൾ. ഇത് സ്വന്തങ്ങൾ തമ്മിലോ കൂട്ടുകാർ തമ്മിലോ എഴുതുന്ന കത്തുകളാണ്. മനസ്സിലായില്ലേ? ഇനി ഔപചാരികമായ കത്തിന് പല സംബോധനകളൊക്കെ എന്തൊക്കെയാ? അതായത് ഡിയർ സർ എന്ന് പറയുമോ? ഇല്ല. റെസ്പെക്റ്റഡ് സാറിനോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഓഫീസർക്കോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ബഹുമാനപ്പെട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംബോധനകളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഒന്നാമത്തേത് നമ്മൾ ഏറ്റവും ആദ്യം നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഏറ്റവും ആദ്യം നിങ്ങൾക്കൊരു ഉദാഹരണം പറയുന്നത് എഴുതുന്ന ഔപചാരികമായിട്ടുള്ള അല്ല അനൗപചാരികമായിട്ടുള്ള കത്തിന് ഏറ്റവും ആദ്യം ആ കടലാസിൻ്റെ വലത് ഭാഗത്ത് മുകളിൽ എന്ത് ചെയ്യണം? എഴുതുന്ന ആളുകളുടെ അഡ്രസ്സ് എഴുതണം. ആ അഡ്രസ്സ് പൂർണ്ണമായിട്ട് എഴുതണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ തമ്മിൽ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ എഴുതുമ്പോൾ പൂർണ്ണമായ കത്തൊന്നും എഴുതണ്ട. കാരണം നിങ്ങളെ പറ്റി വ്യക്തമായ അറിവുള്ള ഒരാൾക്കാണ് നിങ്ങൾ കത്ത് എഴുതുന്ന. എന്ത് എഴുതണ്ട? പൂർണ്ണമായ അഡ്രസ്സൊന്നും എഴുതണ്ട, പ്ലേസും ഡേറ്റും മാത്രം മതി. അത് കഴിഞ്ഞിട്ട് സംബോധന വേണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? എന്തിനാ എടാ ഞാൻ എന്നോട് ഇന്നതാ പറയാൻ പോണു എന്ന് നമ്മൾ കത്ത് എഴുതില്ല. നിൻ്റെ കത്ത് കണ്ടിട്ട് കുറേ ദിവസമായില്ലേ, നീ എന്താ കത്ത് എഴുതാത്തത്, നിനക്ക് അവിടെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചുള്ള ആദ്യത്തെ ഒരു ചെറിയ പാരഗ്രാഫ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണോ പറയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് വെച്ചാൽ ആ സംഭവം അവിടെ പറയുക. അതിന് ശേഷം എന്താ നമ്മൾ ശരി ഞാൻ കത്ത് നിർത്തുകയാണ്, നീ കത്തിന് മറുപടി അയക്കുമെന്ന് വിചാരിക്കുന്നു, അധികം താമസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് നിൻ്റെ അച്ഛൻ അല്ലെ എന്ന് നിൻ്റെ അമ്മ എന്നൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ആ പേരും എഴുതുക. അതായത് അത് വലതുഭാഗത്ത് വരണം കേട്ടോ. അത് ആ സമാപനം എന്ത് ചെയ്യണം? എന്ന് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയ ഈ കടലാസ്, ഇപ്പം നമ്മൾ കത്തെഴുതി കഴിഞ്ഞു, കടലാസിൻ്റെ ഈ ഭാഗത്ത് എഴുതണം എന്ന് നിൻ്റെ അമ്മ, സ്നേഹം നിറഞ്ഞ അമ്മ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുക. എന്നിട്ട് അമ്മയുടെ പേര് എഴുതുക. ആ പേരിൻ്റെ മുകളിലായിട്ട് എന്ത് വേണം? നിങ്ങളുടെ ഒപ്പും വേണം. പിന്നെയാണ് നമ്മൾ ആർക്കാണോ അയക്കണമെന്ന് വെച്ചാൽ അയാളുടെ അഡ്രസ്സ് വരുന്നത്. അത് നമ്മൾ കടലാസിൽ അത് കാണിക്കാൻ എന്ത് ചെയ്യുന്നു? ഇടത് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ആ കിട്ടേണ്ട ആളുടെ അഡ്രസ്സ് എഴുതി വെക്കണം. ഇത്രയാണ് അനൗപചാരികമായിട്ടുള്ള കത്തുകൾക്ക് പറയുന്നത്. ഇനി ഔപചാരികമായിട്ടുള്ള കത്തുകൾ എങ്ങനെയാണെന്ന് നോക്കുക. ഔപചാരികമായ കത്തുകൾ വ്യക്തിപരമായി ബന്ധമില്ലാത്ത ആളുകൾ തമ്മിലാണ് ഔപചാരിക ബന്ധം ഉണ്ടാകുന്നത്. ഉദാഹരണം, നിങ്ങൾ പുസ്തകം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസാധകനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായി ഔപചാരികമായ ബന്ധമാണുള്ളത്. അയാൾക്ക് നിങ്ങൾ കത്തെഴുതുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്രകാരം ബാങ്ക് മാനേജർക്കോ മറ്റേതെങ്കിലും ഓഫീസർക്കോ കത്തെഴുതുമ്പോഴും നിങ്ങൾ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നിർത്തിയാവും നിങ്ങൾ ഇത്തരം കത്തെഴുതുന്നത്. കത്തിൻ്റെ പ്രതിപാദ്യം ആ പ്രത്യേക വിഷയം മാത്രമായിരിക്കും. ഈ ഔപചാരിക കത്തുകൾ ഓഫീസ് സംബന്ധമായവയോ വാണിജ്യ സംബന്ധമായവയോ ആകാം. ഇപ്പം എന്താണ് ഔപചാരിക കത്തെന്ന് പറയുന്നത്? എന്താ? അത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി, ഒരു ഓഫീസിലേക്കാവാം, ഒന്നൊക്കെ വിദ്യാഭ്യാസ ടീച്ചേഴ്സോ അധ്യാപകരൊക്കെ ആണെച്ചാൽ DD-ക്കോ DO-ക്കോ അല്ലെങ്കിൽ ഡയറക്ടർക്കോ ഒക്കെ ആയിട്ട് നമ്മൾ കത്തെഴുതും. അപ്പം ആ വ്യക്തിയും ആ ഡയറക്ടറോ അല്ലെങ്കിൽ DO അല്ലെങ്കിൽ DD ആയിട്ടല്ല ബന്ധം. നമ്മൾ എന്തൊരു ആവശ്യമാണോ പറയുന്നത് ആ ആവശ്യം മാത്രമേ നമുക്ക് അവരോട് അറിയിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ല വ്യക്തിഗതമായിട്ട് യാതൊരു ബന്ധവും അവിടെ വരുന്നില്ല. അപ്പോൾ ആ വിഷയത്തിന് അവിടെ പ്രാധാന്യം വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ സ്നേഹത്തോടു കൂടിയുള്ള സംബോധനകളൊന്നും അവിടെ വേണ്ടാന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള കത്തുകൾ എങ്ങനെയൊക്കെയാണ്? അപ്പോൾ ഞാനൊരു ഉദാഹരണം ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത്, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതുപോലെ നമുക്ക് മറ്റേതെങ്കിലും ഓഫീസുകളിലേക്കാവാം, അല്ല ബാങ്കുകളിലേക്കാവാം, അല്ലെങ്കിൽ വാണിജ്യ സംബന്ധമായിട്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റ് പല കൃഷി വകുപ്പിലേക്കാവാം. ഏത് വകുപ്പിലേക്കാണെങ്കിലും ശരി സംഭവമൊക്കെ ഒരേപോലെയാണുള്ളത്. മനസ്സിലായില്ലേ? ഇനി ഔപചാരിക കത്തുകൾ, വാണിജ്യപരമായ കത്തുകൾ, പുസ്തകപ്രസാധകൻ, ബാങ്ക് മാനേജർ തുടങ്ങിയവർക്ക് ഓഫീസ് സംബന്ധമായ കത്തുകൾ, അതൊക്കെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞാൽ കുറേ
കാര്യങ്ങൾ വന്നില്ല, അതെല്ലാം ഓഫീസ് സംബന്ധമായ കത്തുകളാണ്. ഇപ്പം ഇങ്ങനെയുള്ള കത്തുകൾക്ക് ആ റെസ്പെക്റ്റഡ്, ബഹുമാനപ്പെട്ട എന്നുള്ള സംബോധനയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? എന്ന് അവസാനിക്കുമ്പോഴെന്താണ്, ഇപ്പം കത്തെഴുതി അവസാനം കഴിഞ്ഞാൽ അതിൻ്റെ വലതു ഭാഗത്ത് എന്ത് ചെയ്യണം, എന്ന് വിശ്വസ്തയോടെ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പേര് എഴുതുക, അതിൻ്റെ മുകളിലായിട്ട് ഒപ്പും ചെയ്യുക. ഈ ഇടത് ഭാഗത്തായിട്ട് ആ ഓഫീസിൻ്റെ അഡ്രസ്സ് വ്യക്തമായിട്ട് എഴുതിയിട്ട്, അത് നമ്മൾ കടലാസിൽ തന്നെ എഴുതുന്നതിനുകൊണ്ട് നമ്മൾ സാധാരണ കവറിൻ്റെ പുറത്തല്ല എഴുതുക. അതിന് പകരം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ എഴുതിയ പേപ്പറിൻ്റെ, ഈ പേപ്പറാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ, ഈ ഭാഗത്ത് അഡ്രസ്സ് വ്യക്തമായിട്ട് എഴുതുക. ഇത്രയാണ് ഒഫീഷ്യൽ ലെറ്ററിന് ചെയ്യേണ്ടത്. ഇനി അനൗപചാരിക ചോദ്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട പറഞ്ഞുതരാം കേട്ടോ. അനൗപചാരിക കത്തുകളിലെ അഭിസംബോധനയ്ക്ക് ഉദാഹരണം എഴുതുക. ഒന്ന്, പ്രിയ സുഹൃത്ത്, സ്നേഹമുള്ള, പ്രിയപ്പെട്ട തുടങ്ങിയുള്ള സംബോധനകളാണ് എഴുതേണ്ടത്. പിന്നെ താഴെ പറയുന്ന കത്തുകളിൽ അനൗപചാരിക കത്തിന് ചേരാത്ത പ്രസ്താവന ഏത്? താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അത് അനൗപചാരിക കത്തിന് ചേരാത്തത് അതിലേതാണെന്ന് ചോദിക്കണം കേട്ടോ. അഭിസംബോധന സൗഹൃദപരമായിരിക്കണം. അഭിസംബോധന ഔപചാരികമായിരിക്കണം. സ്ഥലം, തീയതി എന്നിവ സൂചിപ്പിക്കണം. കത്തിൻ്റെ ഒടുവിൽ സ്നേഹപൂർവ്വം എന്നെഴുതണം. അനൗപചാരിക കത്തിന് ചേരാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേതായിരിക്കും? അഭിസംബോധന ഔപചാരികമായിരിക്കണം. നമ്മൾ പേഴ്സണലായിട്ട് എഴുതുമ്പോൾ ഔപചാരികമായ സംബോധന വേണ്ടല്ലോ, അതാണ് അതിലുള്ളത്. ഇനി നിവേദനങ്ങൾ, പരാതികൾ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഔപചാരിക കത്തുകളിലാണ് പെടുന്നത്. ഔപചാരിക കത്തുകൾ പ്രധാനമായി ഏതെല്ലാം വിധത്തിൽപ്പെടുന്നു? ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഏതെല്ലാം വിഭാഗത്തിൽ പെടും? വാണിജ്യപരമായത്, ഓഫീസ് സംബന്ധമായത്, പരാതികൾ, അപേക്ഷകൾ തുടങ്ങിയതെല്ലാം ഔപചാരികമായ ലെറ്ററുകളിൽ പെടുന്നു.